കോട്ടയം മാങ്ങാനത്ത് പുതുതായി വരുന്ന സർക്കാർ മദ്യശാലയ്ക്കെതിരെ പ്രതിഷേധം. മദ്യശാല പ്രദേശത്തെ സാമൂഹിക അന്തരീക്ഷം തകർക്കുമെന്നും കെട്ടിടത്തിന് അനുമതി ലഭിച്ചതിൽ നിയമലംഘനമുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജനകീയ പ്രതിഷേധം. മതസാമുദായിക സംഘടനകളും സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ചു. മാങ്ങാനത്ത് മദ്യശാലയ്ക്കെതിരായ ജനകീയ സമരം 24 ദിവസം പിന്നിട്ടു. സ്വകാര്യ കെട്ടിടത്തിൽ ബിവറേജസ് ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള നീക്കം പ്രദേശത്ത് സാമൂഹ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് സമരസമിതി നിലപാട്. നാട്ടുകാരെ സംബന്ധിച്ച് ഇത് ഒരു ഭയാനകമായ ഒരു സംഭവമായി മാറും. കാരണം ഈ റോഡില് ഇത്രയും ഓരത്ത് 500 മീറ്റർ ആണ് വേണ്ടതെന്നാണ് നിയമവലിയെങ്കിലും അതൊക്കെ മറികടന്നിട്ട് ജനവാസ നിബിഡമായ ഈ സ്ഥലത്ത് ഇങ്ങനെയൊരു ഔട്ട്ലെറ്റ് വന്നാൽ തീർച്ചയായും ഈ നാടിന് ഒരു ഭയങ്കര ശാപമായിരിക്കും. ഈ നാട് നശിക്കാൻ വേറൊന്നും വേണ്ട. കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ച് മുൻവശത്തുള്ള ഗേറ്റ് ഒഴിവാക്കി വാതിൽ പിൻവശത്താക്കിയതിൽ ക്രമക്കേടുണ്ട്. സ്കൂളും ആരാധനാലയങ്ങളും ഉൾപ്പെടുന്ന ഇവിടെ 200 മീറ്റർ ദൂരപരിധി പാലിച്ചിട്ടില്ല. ഇക്കാര്യങ്ങൾ കാണിച്ച് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സമരസമിതി നേതാവുമായ ബൈജു ചെറുകോട്ട ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഇതിന് തൊട്ടുചേർന്ന് 15ഓളം ആരാധനാലയങ്ങൾ, വിവിധ മതങ്ങളുടെ 15ഓളം ആരാധനാലയങ്ങൾ ഇതിന് ചുറ്റുപാടായിട്ടുണ്ട്. തൊട്ടടുത്തൊരു സ്കൂളുണ്ട്. ആ സ്കൂളുമായിട്ട് 147 മീറ്ററാണ് ബൗണ്ടറി ടു ബൗണ്ടറി അളവുള്ളത്. പിന്നെ ഈ കെട്ടിടം ഇവിടെ ഒരു പെർമിറ്റ് കൊടുക്കാൻ വേണ്ടി ഒരു വളഞ്ഞ മാർഗ്ഗമാണ് സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസും ബി.ജെ.പിയും മദ്യശാലയ്ക്കെതിരായ സമരത്തെ പിന്തുണയ്ക്കുന്നു. അതേസമയം സ്ഥലത്ത് മദ്യശാല തുടങ്ങുന്നതിന് നിയമതടസ്സങ്ങളില്ലെന്ന് എക്സൈസ് അധികൃതർ വ്യക്തമാക്കുന്നു. സമരം രാഷ്ട്രീയ പ്രേരിതമെന്നാണ് പ്രാദേശിക LDF നേതൃത്വത്തിന്റെ പ്രതികരണം. സമീപ പഞ്ചായത്തുകൾ ഉൾപ്പെടെ ബാറുകൾ തുറക്കുമ്പോൾ ഉണ്ടാകാത്ത പ്രതിഷേധം മാങ്ങാനത്ത് നടത്തുന്നതിന് പിന്നിൽ ബാർ ലോബികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണെന്നും വിമർശനമുണ്ട്. മീഡിയ 1 കോട്ടയം.